എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 6/1/2026 ധനുമാസം 22-ാം തീയതി 1201 ആണ്ട് ചൊവ്വാഴ്ചയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്കും ഭഗവതിക്കും പ്രത്യേകിച്ച് നമ്മുടെ ചാമുണ്ടിക്കും ഒക്കെ വഴിപാടുകൾ നേർച്ചകളൊക്കെ നടത്തേണ്ട ദിവസമാണ്. അതേപോലെ പ്രദക്ഷിണാദികളും പ്രാർത്ഥനയുമൊക്കെ ചെയ്യേണ്ട ഒരു പ്രത്യേക ദിവസമാണ്. ഇന്ന് കുജവാരമാണ്, ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ഇന്ന് ഭൂമി കാര്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ദിവസമായിരിക്കും. കേസ് വഴക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരിക്കും. ഒത്തുതീർപ്പിനൊക്കെ പറ്റിയ ദിവസമായിരിക്കും. എന്നാൽ മറ്റൊരു കാര്യത്തിനും ചൊവ്വ എടുക്കുന്നതല്ല. വാരാതായുഷ്യ ലക്ഷണം, പ്രശ്നം നോക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാൻ നല്ല ദിവസമല്ല. ആദ്യമായി നമുക്ക് ഇന്നത്തെ ഫലം പരിശോധിക്കാം. ഇന്നത്തെ ഫലം പരിശോധിക്കുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കുകയാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ ഒത്തുചേരുന്നതാണ്. എന്നാൽ ഏഴര ശനിക്കാലമായതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും അതേപോലെ വാഹനം ഓടിക്കുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അധികം ശ്രദ്ധ വയ്ക്കേണ്ടത് ഉച്ചയ്ക്ക് ശേഷമാണ്. ചില അപകടങ്ങൾ, ഒടിവ്, ചതവ്, മുറിവ്, വീഴ്ച ഇതിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാരും ശ്രദ്ധിക്കുക. ഗ്രഹസംബന്ധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അപകട സാധ്യതകൾ ഒഴിവാക്കാൻ സാധിക്കില്ല. സാമ്പത്തികമായ കാര്യങ്ങളിലുണ്ടായിരുന്ന ഒരു ആശങ്കയൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ഒരു വരുമാനമൊക്കെ വരുന്ന ഒരു വഴിയിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്ന ദിവസമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല ദിവസമായിരിക്കും. രാഷ്ട്രീയ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. കേസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ലതായി കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. എന്നാൽ ചില അപകടങ്ങളും നഷ്ടങ്ങളുമൊക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ധന ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. വസ്തുവകകളെല്ലാം കാര്യക്ഷമമായി സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ്. ചില മോഷണത്തിനുള്ള സാധ്യതകൾ കാണുന്നു. ഗൃഹോപകരണങ്ങൾ മുതൽ ധനം വരെ മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും പറ്റിയ ദിവസമല്ല. ഷെയറിൽ നിക്ഷേപിക്കാനോ ഒന്നും നല്ല ഒരു ദിവസമായിരിക്കുകയില്ല. വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. വിശ്രമജീവിതം അനുഭവിക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രായാധിക്യം ചെന്നവർക്ക് അസ്വസ്ഥതകൾ കൂടാനായിട്ട് സാധ്യത കാണുന്നു. ഇതൊഴിച്ചാൽ വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. ക്രയവിക്രയം നടത്തുവാനും അനുകൂലമായൊരു ദിവസമാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഗൃഹാന്തരീക്ഷത്തിൽ ചില പ്രത്യേക മാറ്റങ്ങൾ വരുന്നത് മൂലം കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നതാണ്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ ദിവസമായിരിക്കും ഇന്ന്. പല പ്രതീക്ഷകളും കൈവരിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റം കൊണ്ട് ഉത്സാഹഭരിതരാകാനും മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാനുമൊക്കെ സാധിക്കും. വീട് വയ്ക്കാനോ സ്ഥലം വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ തീരുമാനമെടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും. ഷെയർ നിക്ഷേപിക്കുന്നവർക്ക് ഇന്ന് ലാഭം ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതി മെച്ചമായി കാണുന്നു. അതേപോലെ സാമ്പത്തികമായ കാര്യങ്ങളിലുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക്, പ്രൈവറ്റ് ബാങ്കുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല വിജയം കൈവരിക്കുകയോ അഡ്മിഷൻ ലഭിക്കുകയോ അല്ലെങ്കിൽ വിദേശ പഠനത്തിന് പോകാൻ ഒരുങ്ങുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾ വരുന്ന ചില
കാര്യങ്ങൾ വരുന്ന ദിവസമാണ്. അതേപോലെ ഉദ്യോഗം അന്വേഷിക്കുന്നവർക്ക്, പ്രൈവറ്റ് ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇന്ന് ജോലി ലഭിക്കാൻ ഉള്ള സൂചന ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ വിദേശ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ പ്രതീക്ഷകൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അലസതയും മടിയും ഉപേക്ഷിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ മുന്നോട്ടിറങ്ങാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്ന ദിവസമാണ്. സാങ്കേതിക വിദ്യകൾ പഠിക്കുവാനോ സാങ്കേതിക വിദ്യകളിൽ വിജയം ലഭിക്കുവാനോ ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് പ്രതികൂലമായ ദിവസമാണ്. എന്നാൽ യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്കും നിയമപാലകർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം വളരെ ആശ്വാസകരമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചില വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഇഷ്ടജനങ്ങളെ കണ്ടുമുട്ടിയത് മൂലം ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷനും അതുമൂലം മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുവാനുള്ള ഉത്സാഹം കൈവരുന്നതുമൊക്കെയാണ്. അതുപോലെ എവിടെയെങ്കിലും ജോലിക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാനോ ഒക്കെ ഉള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. എങ്കിലും പൊതു കാര്യങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന വെൽ വിഷേഴ്സിന് അല്ലെങ്കിൽ ഒരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, നിസ്വാർത്ഥരായ ആളുകൾക്ക് ഇന്ന് അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ്, സംതൃപ്തി ലഭിക്കുന്ന ദിവസമാണ്. സ്ത്രീ സംബന്ധമായ ചില വിഷയങ്ങളിൽ ഏർപ്പെട്ട് ചില വൈഷമ്യങ്ങൾ വന്നു ഭവിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ പല പ്രതീക്ഷകളും കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഉറ്റവരിൽ ചിലർ വളരെ വിപരീതമായി പെരുമാറാൻ സാധ്യതയുണ്ട്. പാർട്ട്നേഴ്സുമായി തർക്കത്തിലേർപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ ധനനഷ്ടത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണെങ്കിലും വൈകുന്നേരത്തോടുകൂടി തിരിച്ച് ആ ധനം ലഭിക്കുന്നതായി കാണുന്നു. ഗ്രഹജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വളരെ വൈഷമ്യം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ മൂലം, വാക്ക് പാലിക്കാൻ പറ്റായിക മൂലം ചിലർക്ക് ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. അതേപോലെ ഗ്രഹോപകരണങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പയറൊക്കെ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി പോയില്ലെങ്കിൽ ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒടിവ്, ചതവ്, മുറിവിനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ വിദ്യാർത്ഥികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ഒക്കെ ആശങ്കപ്പെടുന്നവർക്ക് ഇന്ന് അവർക്ക് ഗുണകരമായൊരു ദിവസമാണെന്നറിഞ്ഞ് സമാധാനിക്കാൻ സാധ്യത കാണുന്നു. തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. അതുപോലെ നിയമപാലകർക്കും നിയമ വഴി കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. കച്ചവടക്കാർക്ക് അത്ര മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കുകയില്ല. ലാഭം പ്രതീക്ഷിക്കാതെ സേവനം നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ദിവസമായിരിക്കും. ഉറ്റവരിൽ ചിലർക്ക് ചില അസുഖങ്ങൾ പിടിപെടാനും അതുമൂലം മനക്ലേശമുണ്ടാകാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ സ്വന്തം കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു സൂചന ലഭിക്കുകയും സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു വിവാഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല ഒരു ചടങ്ങിനോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നത് മൂലം മനസ്സിന് സന്തോഷം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഏറെ നാളത്തെ പ്രയാസങ്ങൾക്ക് ശേഷം ഇന്ന് വളരെ സമാധാനം ലഭിക്കുന്ന ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവർക്ക്, ഷെയറിൽ നിക്ഷേപിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നല്ല അനുകൂലമായി കാണുന്നു. പുതിയ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്ന ദിവസമാണ്. ഒരു സ്ഥലത്ത് വൈകി എത്തുന്നത് മൂലം തൊഴിൽ നഷ്ടപ്പെടാനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സമയനിഷ്ഠ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക്
ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ധനുക്കൂറുകാർക്ക് കണ്ടകശനിക്കാലമായതുകൊണ്ട് വാഹന സംബന്ധമായ ചില അപകടങ്ങളോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ചില നിയമപരമായ നടപടികളോ ഒക്കെ നേരിടേണ്ടതായി വരുന്നു. അതേപോലെ വീഴ്ച, ഒടിവ്, ചതവിനൊക്കെ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അധികരിക്കാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സം വരാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ സന്താനങ്ങളുടെ സന്താനങ്ങൾക്കോ അഭിവൃദ്ധി വരുന്നതായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ വിദേശത്തേക്ക് പഠനത്തിനൊക്കെ ഒരുങ്ങുന്ന കുട്ടികൾക്ക് വളരെയധികം ആശ്വാസകരമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ശാരീരികമായ ചില പ്രത്യേകതകൾ കൊണ്ട് ചില നല്ല സംരംഭങ്ങളിൽ പങ്കെടുക്കാൻ വരാതെ വന്നേക്കാം. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ അസുഖങ്ങൾ അധികരിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്, അതുകൊണ്ട് പുറത്തു നിന്നുള്ള ആഹാരം വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും നിയമപാലകർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് വളരെ നല്ല അനുകൂലമായ ദിവസമാണ്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, വ്യോമസേനയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അതേപോലെ ധനം സമ്പാദിക്കാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നതായിട്ടും കാണുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ചില അനുഭവങ്ങൾ ഉച്ചയോടുകൂടി ഉണ്ടാകുന്നതാണ്. എന്നാൽ പകൽ ഉച്ചവരെ ഉള്ള സമയത്ത് പല സംഘർഷങ്ങളും മാനസിക പിരിമുറുക്കങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടതായി കാണുന്നു. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് അധികരിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉറ്റവരിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നമ്മൾക്ക് മനപ്രയാസമുണ്ടാകാനും ധനച്ചെലവിനുമൊക്കെ സാധ്യത കാണുന്നു. നിക്ഷേപം ശീലമാക്കിയിട്ടുള്ളവർക്ക് അതിന് പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ഷെയറിലൊന്നും നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൃഷി കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ വന്നു ചേർന്നേക്കാം. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കയറ്റുമതി ഇറക്കുമതിയിലൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് നേരിയ പ്രതീക്ഷ ഉണ്ടാകുന്നൊരു ദിവസമാണ്. കമിതാക്കൾക്കും പ്രതികൂലമായ സാഹചര്യങ്ങൾ മാറി വരുന്നതായിട്ട് തോന്നുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വരാധീനമുണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്കല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമായ ദിവസമാണ്. മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവർക്ക് അതിനുതകുന്ന രീതിയിലുള്ള ഒരു സമാധാനം കിട്ടുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ശാരീരിക ക്ലേശങ്ങൾക്ക് വഴിതെളിക്കുന്ന പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായി കാണുന്നു. ശാരീരികമായി വെയിറ്റ് കൂടുന്ന ഒരു വെയിറ്റ് കൂടുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുന്ന ആൾക്കാർ തീർച്ചയായും കായികമായ എക്സർസൈസുകൾ പരിശീലിക്കേണ്ടതാണ്. ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉള്ളവർക്ക് അത് അധികരിക്കാൻ സാധ്യത കാണുന്നു. അതേപോലെ കാല്, കൈകൾ വേദനയൊക്കെ ഉള്ളവർക്ക്, വെരിക്കോസ് വൈനുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇന്നത് അധികരിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച കാണുന്ന ഒരു ദിവസമായിരിക്കും. പ്രതീക്ഷകൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതി വളരെ ശ്രദ്ധിക്കുക. ചില പ്രത്യേക കാര്യങ്ങളിൽ ഇടപെട്ട് മനസ്സ് വിഷമിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സാമ്പത്തിക നേട്ടം വരുന്ന ഒരു ദിവസമാണ്, കൈവരുന്ന ദിവസമാണ്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും സ്വായത്തമാകുന്ന ഒരു ദിവസമാണ്. പൊതുവെ മീനക്കൂറിൽ വരുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർ സദാ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. എന്നാൽ രേവതി നക്ഷത്രക്കാർക്ക് ഇത്രത്തോളം സ്ട്രെസ്സ് കാണുന്നില്ല. അതുകൊണ്ട് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം എന്ന് പറയുന്നത് പല രോഗങ്ങൾക്കും വഴിതെളിച്ചേക്കാം.
ഈ കൂട്ടർക്ക് മാനസിക പിരിമുറുക്കം മൂലമാണ് പലപ്പോഴും അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് മനസ്സിനെ സമാധാനമാക്കി ചിന്തിക്കുക. നമ്മൾ എത്ര സ്ട്രെസ് അടിച്ചാലും നമ്മുടെ കർമ്മഫലം അനുഭവിക്കേണ്ട ഒരു വിധി നമുക്കുണ്ട്. വിധിയെ മറികടക്കാൻ ഇന്ന് വരെ ആരും ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടില്ല. ഈശ്വര പ്രാർത്ഥന മാത്രമാണ് ഏറ്റവും അനുകൂലമായ ഒരു പരിഹാരം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുന്നതിൽ വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുമായി നല്ല സന്തോഷകരമായ അനുഭവങ്ങൾ പങ്കിടാനൊക്കെ ഉതകുന്ന ഒരു ദിവസമായിരിക്കും. സമ്പാദ്യശീലമുള്ളവർക്ക് ഇന്നത്തെ ദിവസം നിക്ഷേപത്തിന് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. അതേപോലെ ചില റിപ്പയറുകൾ, വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾക്കോ റിപ്പയറുകൾ വരാൻ സാധ്യതയുണ്ട്. ചെറിയ ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോവുക. അനുകൂലമായ ഒരു ദിവസമായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും. നിങ്ങളെല്ലാവരും ഓർമ്മിക്കുക, ഇതിൽ കണ്ടകശനി, ഏഴശനി ഉള്ള ആളുകളെല്ലാവരും വീട്ടിൽ എള്ള് കിഴികെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമ എന്നും ജപിക്കണം. ശനൈഹി ചരഹ എന്ന് പറയുന്ന വാക്ക് സമന്വയിപ്പിക്കുമ്പോഴാണ് ശനൈശ്ചര എന്ന് ജപിക്കുന്നത്. ശനി ഈശ്വരനല്ല, ഒരു ഗ്രഹമാണ്. ശനിയുടെ സ്ഥാനം പുറത്താകൊണ്ട് ശനിയെ പുറത്തു നിർത്തി ആരാധിക്കുക. ബാൽക്കണിയിലോ വീട്ടിൻ്റെ സ്റ്റെപ്പിന് താഴെയോ ഒക്കെയാണ് ശനിയെ ആചരിക്കേണ്ടത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്നാണ് ശനിയെ പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം.